السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. സർവാദരണീയരായ ഉസ്താദുമാർ, പ്രിയമുള്ള മുതഅല്ലിമുകൾ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ മനുഷ്യ ജീവിതത്തിന് വെറും വായനാ ഗ്രന്ഥമല്ല. അത് മനുഷ്യനെ ചിന്തിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ദിവ്യ സന്ദേശമാണ്. ഖുർആനിലെ ഓരോ ആയത്തും ആ കാലഘട്ടത്തിലെ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ സന്ദേശം എല്ലാ കാലത്തേക്കും ഉള്ളതാണ്. ആ സന്ദേശങ്ങളുടെ അർത്ഥത്തിലേക്കും അതിൻ്റെ പശ്ചാത്തലത്തിലേക്കും നയിക്കുന്ന വിജ്ഞാന ശാഖയാണ് തഫ്സീറുകൾ. പരിശുദ്ധമായ ഖുർആനിലെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ തൗബ എന്നത്. അതിൽ പ്രധാനമായും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു ആയത്താണ് 5-ാമത്തെ ആയത്ത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടത്തെയാണ് പ്രസ്തുത ആയത്ത് നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുന്നത്. കരാർ ലംഘനങ്ങൾ, നീതി, സഹിഷ്ണുത, അതോടൊപ്പം തന്നെ ധാർമ്മിക ഉത്തരവാദിത്തവും, ഇവയെല്ലാം എത്ര ഗൗരവത്തോടെയാണ് പരിശുദ്ധമായ ഖുർആൻ കൈകാര്യം ചെയ്യുന്നതാണ് ഈ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഈ ആയത്തിന്റെ യഥാർത്ഥ അർത്ഥവും പശ്ചാത്തലവും ഖുർആനിൽ സമഗ്ര സന്ദേശവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ന് വളരെ പ്രസക്തമാണ്. ഖുർആനിൽ സബബ് നുസൂൽ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെ ഒരിക്കലും ഒഴിവാക്കി പരിശുദ്ധമായ ഖുർആനിനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ബഹുമാനപ്പെട്ട സുയൂത്ത് റഹ്മത്തുള്ളാഹി പോലെയുള്ളവർ അക്കാര്യം ശരിവെച്ചതുമാണ്. എന്നാൽ ചിലർ ആ പരിശുദ്ധമായ ഖുർആന്റെ ആന്തരിക സത്തയായ തഫ്സീറുകളിൽ നിന്നും ഇമാമിയങ്ങളുടെ കൗലിൽ നിന്നും അടർത്തി മാറ്റി ധാരാളം തെറ്റിദ്ധരിപ്പിക്കലുകൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വ്യാപകമായി യുക്തിവാദികളും മതനിരാസവാദികളും ക്രിസ്ത്യൻ മിഷണറിമാരും തെറ്റിദ്ധരിപ്പിച്ച ആയത്താണ് ഫഖ്തുലുൽ മുശ്രിക്കീന ഹൈസു വജത്തുമുഹും എന്നുള്ള ആയത്ത്. എന്താണ് പ്രസ്തുത ആയത്ത് ഇറങ്ങാനുള്ള കാരണവും അതിന്റെ ചരിത്ര പശ്ചാത്തലവും പരിശോധിച്ചാൽ അക്രമത്തിന്റെയും സഹനത്തിന്റെയും അനീതിയുടെയും പീഡനത്തിന്റെയും ചരിത്രങ്ങൾ വായിക്കാൻ സാധിക്കും. ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ നുബുവത്ത് ലഭിച്ച് 13 വർഷങ്ങൾക്ക് ശേഷം 13 വർഷക്കാലം നിരന്തരം പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയുണ്ടായി. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവും അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മ സുമയ്യ റളിയല്ലാഹു അൻഹയുമാണ് ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷികൾ. ആ മഹദിയുടെ രഹസ്യഭാഗത്തിലൂടെ ഇരുമ്പ് കയറ്റിയായിരുന്നു അക്കാലത്തുള്ള മുശ്രിക്കുകൾ മഹദിയെ പീഡിപ്പിച്ചത്. ഇതറിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണു തുടച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇസ്ബിർ യാ അലാ അമ്മാർ, അമ്മാർ കുടുംബമേ എന്നോട് പൊറുക്കണമെന്ന്. ഗത്യന്തമില്ലാതെ ഹബീഷിനിലേക്ക് ഹിജറ പോയി. മുട്ടക്കുന്നുകളുടെയും മുൾച്ചെടികളുടെ നാടായ യസ്രിബിലേക്ക് ഹിജറ പോയി. അങ്ങനെ മദീനയിൽ ഇസ്ലാമിക രാജ്യം രൂപപ്പെടുകയും പ്രവർത്തനക്ഷമമാവുകയും ചെയ്തപ്പോൾ ഇല്ല, ഞങ്ങൾ ഇതും സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മുശ്രിക്കുകൾ വരികയുണ്ടായി. അങ്ങനെയാണ് ഹിജ്റ 3-ാം ആണ്ട് ബദർ ഉണ്ടാകുന്നത്. നബുവത്ത് ലഭിച്ച് 13 വർഷങ്ങൾക്ക് ശേഷം സൂറത്തു ഹജ്ജിലെ 39-ാമത്തെ വചനത്തിലാണ് യുദ്ധം ചെയ്യാനുള്ള അനുമതി ആദ്യമായി ഇറങ്ങുന്നത്. നിത്യമായി അക്രമം നേരിടുന്നവർക്ക് യുദ്ധം ചെയ്യാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു എന്നത്. ഗുലിമു, അവർ നിരന്തരമായി അക്രമം നേരിടുന്നവരാണ്. എന്തിനു വേണ്ടി? ഇല്ല അയ്യഖൂല റബ്ബുനല്ലാഹ്, അതെ അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധനയുമില്ല. ഈ വിഗ്രഹങ്ങളെയൊന്നുമല്ല ആരാധിക്കേണ്ടത്, അല്ലാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞതിന് വേണ്ടി. പിന്നീട് ഇസ്ലാം ബൃഹത്തായ രാഷ്ട്രമായി രൂപപ്പെടുകയും ധാരാളം കരാറുകൾ അക്കാലത്ത് ജീവിച്ചിരുന്ന മുശ്രിക്കുകളുമായി വെക്കുകയുണ്ടായി. അത്തരത്തിൽ രൂപപ്പെട്ടു വന്ന കരാറും അതിന്റെ തുടർ സംഭവങ്ങളുമാണ് പ്രസ്തുത ആയത്തിൽ വിവരിക്കുന്നത്. ഈ ഫഖ്തുലുൽ മുശ്രിക്കീന ഹൈസു വജത്തുഹും എന്നുള്ള ആയത്ത്, അത് ധാരാളം മനുഷ്യർ അതിനെ മുശ്രിക്കുകളെല്ലാം കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് പറയുന്നുണ്ട്. അത് വാസ്തവ വിരുദ്ധമാണ്. കാരണം പരിശുദ്ധമായ ഖുർആനിനെ മനസ്സിലാക്കുമ്പോൾ കേവലം ഒരു ആയത്തിന് മാത്രം നോക്കിയല്ല മനസ്സിലാക്കേണ്ടത്, മറിച്ച് ആ ആയത്തും അതിന് തൊട്ടു മുമ്പുള്ള ആയത്തും അതിന് ശേഷമുള്ള ആയത്തും നോക്കണം. അതിനു മുമ്പുള്ള ആയത്തുകളിൽ ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി എന്ന് തുടങ്ങി ഇല്ലല്ലദീന ആഹദു മിനൽ മുശ്രികീന സുമ്മ ലം യൻകുസുകും, അത്തരക്കാരെ തൊട്ട് അള്ളാഹുവും അവന്റെ റസൂലും ബരിയാണ്, അവരോട് യുദ്ധത്തിലോ മറ്റു കാര്യങ്ങൾക്കോ പോകാൻ പാടില്ല, അവർ നല്ല നിലയിൽ പെരുമാറണമെന്നും ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ ഫഖ്തുലുൽ മുശ്രിക്കീന എന്നതിന് ബഹുമാനപ്പെട്ട ബൈളാവി ഇമാം അവിടുത്തെ തഫ്സീർ ബൈളാവിയിൽ പറയുന്നത് അൽ മുശ്രിക്കീന അന്നാകിസീന എന്നാണ്, അഥവാ കരാർ ലംഘിച്ച മുശ്രിക്കീങ്ങൾ.
കരാർ ലംഘിക്കുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തവരാണ്. അവരെയാണ് കണ്ടെടുത്ത് വെച്ച് കൊല്ലേണ്ടത്. അതും എപ്രകാരം? 4 മാസങ്ങൾക്ക് ശേഷം. ഇതേ പദപ്രയോഗം തന്നെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹക്കി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീർ റൂഹുൽ ബയാനിൽ ഉപയോഗിച്ചതായി കാണാൻ സാധിക്കും. മറ്റൊരിടത്ത് ബഹുമാനപ്പെട്ട നസഫി ഇമാം അവിടുത്തെ തഫ്സീർ മദാരികു തൻസീലിൽ പറയുന്നു, അല്ലദീന യൻകുദൂകും വലാഹറു അലൈക്കും, നിങ്ങളോട് കരാർ ലംഘിച്ചവരും നിങ്ങൾക്കെതിരെ തിരിഞ്ഞവരും എന്നാണ്. ഇവിടെ ലോകത്തുള്ള എല്ലാ മുശ്രിക്കീങ്ങളെയും കൊല്ലണമെന്നല്ല, മറിച്ച് ആ പ്രസ്തുത കരാർ ഒപ്പിട്ടപ്പോൾ ആ കരാർ ലംഘിച്ചവരെ കൊല്ലണമെന്നാണ് പറഞ്ഞത്. മറ്റൊരിടത്ത് ബഹുമാനപ്പെട്ട സമർക്കന്ദി ഇമാം അവിടുത്തെ തഫ്സീർ ബഹറുൽ ഉലൂമിൽ പറയുന്നു, അല്ലദീന ലാ അഹ്ദ ലഹും ബഅദ ദാലികൽ അജൽ, ആ കാലാവധിക്ക് ശേഷം യാതൊരു കരാറുമില്ലാതെ അക്രമം അഴിച്ചുവിട്ട മുശ്രിക്കീങ്ങളാണ്. മറ്റൊരിടത്ത് ബഹുമാനപ്പെട്ട അബൂ ജഅഫർ തുബ്രി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീർ ജംഉൽ ബയാനിൽ പറയുന്നു, അവർ കരാർ ലംഘിച്ചവരാണ് എന്നാണ്. ഇങ്ങനെ എത്ര മുഫസ്സിറുകളാണ് പ്രസ്തുത ആയത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. അതിനുശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഫഇൻ താബു വഅഖാമു സ്വലാത ഫഹല്ലു ഫആതു സകാത ഫഹല്ലു സബീലഹും, ഫഇൻ താബു അവർ തൗബ ചെയ്താൽ, അഖാമു സ്വലാത അവർ നിസ്കാരം നിലനിർത്തിയാൽ, ഫആതു സകാത അവർ സക്കാത്ത് നൽകിയാൽ, ഫഹല്ലു സബീലഹും അവരെ വെറുതെ വിടണം. ബഹുമാനപ്പെട്ട സമർക്കന്ദി ഇമാമിന്റെ ബഹറുൽ ഉലൂം എന്ന കിതാബിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. ഈ കരാറിന്റെ അവസാന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളെ കുറച്ച് മുശ്രിക്കുകൾ സമീപിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ കരാറിൽ അംഗീകരിക്കുകയും അതിനുശേഷം ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് അറിവ് നുകരാനോ മറ്റു കാര്യങ്ങൾക്ക് വന്നാൽ ഞങ്ങളെ കൊല്ലുമെന്നായിരുന്നു അവരുടെ ചോദ്യം. ഇതിന് ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ പറഞ്ഞത് ഇല്ല എന്നായിരുന്നു. ഈ ആയത്തിനെ ധാരാളം തെറ്റിദ്ധരിപ്പിക്കൽ നടത്തിയിട്ടുണ്ട്. ഈ ആയത്തിന്റെ അർത്ഥവും ആശയവും ഇപ്രകാരമാണ് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ ഇക്കാലത്ത് യുക്തിവാദികളും മതനിരാസവാദികളും ക്രിസ്ത്യൻ മിഷണറിമാരും പ്രചരിപ്പിക്കുന്നത് പോലെ കണ്ടെടുത്തെല്ലാം വെച്ച് മുശ്രിക്കുകളെ കൊല്ലണമെന്നൊരിക്കലും അല്ല. അതൊരു പ്രത്യേക യുദ്ധമുഖത്തിന് വേണ്ടി മാത്രം ഇറക്കപ്പെട്ട ആയത്താണ്. അവിടെ കൊല്ലാൻ അധികാരമുള്ളത് അക്കാലഘട്ടത്തിലെ അവിടുത്തെ ഭരണാധികാരിക്ക് മാത്രമായിരുന്നു. കൊടിയ പീഡനങ്ങൾ നേരിട്ട സമയങ്ങളിലും ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുയായികളായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അല്ലയോ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ എത്ര കാലമായി അക്രമം നേരിടുന്നു, ഞങ്ങളൊന്ന് തിരിച്ചടിച്ചോട്ടെ എന്ന്. അപ്പോൾ പറഞ്ഞത്, ഇസ്ബിർ ഉമറേ, ഉസ്മാനെ ക്ഷമിക്കുക എന്നായിരുന്നു നബി തങ്ങളുടെ മറുപടി. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആനിന്റെ ആശയത്തെ അതിന്റെ യഥാർത്ഥ പണ്ഡിതന്മാരിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലത്ത് ധാരാളം പ്രചരിപ്പിക്കപ്പെടുന്ന മലയാളം തഫ്സീറുകൾ, അമാനി തഫ്സീർ പോലത്തെ ധാരാളം മലയാളം തഫ്സീറുകൾ, ഇതൊന്നും ഒരിക്കലും ഇതൊക്കെ അകറ്റപ്പെടേണ്ടതാണ്. ഒരിക്കലും മലയാള ഭാഷയ്ക്ക് ഖുർആനിലെ ആശയങ്ങളെയോ അതിന്റെ അർത്ഥതലങ്ങളെയോ ശരിയായ രൂപത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല. അത്രയ്ക്കും ആഴത്തിലുള്ളതാണ് പരിശുദ്ധമായ ഖുർആന്റെ ഓരോ ആയത്തുകളും ഓരോ വചനങ്ങളും എന്നത്. ധാരാളം പുത്തൻവാദികൾ അത്തരത്തിൽ തഫ്സീറുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇക്കാലത്ത് നമുക്ക് മാതൃകയാണ് ബഹുമാനപ്പെട്ട കലമുൽ ഇസ്ലാം കോടമ്പുഴ ബാവ ഉസ്താദിന്റെ തൈസീറുൽ ജലാലൈൻ പോലത്തെ കിതാബുകൾ. എത്ര സമഗ്രമായാണ് ഉസ്താദ് ആ കിതാബിൽ ഓരോ കാര്യങ്ങളും പ്രതിപാദിക്കുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ ഖുർആന്റെ അർത്ഥങ്ങളെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.